ഹായ് ഗൈസ്. സോ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ സൈനപ്പ് മ്യൂട്ടേഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെ അവരെ ലോഗൗട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് യൂസർ ഓതൻറ്റിക്കേഷൻ സെക്ഷൻ എങ്ങനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാം എന്നുള്ളത് നോക്കണം. ഇതും കൂടിയും ഗ്രാഫിക്കൽ മ്യൂട്ടേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. സോ ലോഗൗട്ട് മ്യൂട്ടേഷൻ നമ്മുടെ എക്സിസ്റ്റിംഗ് മ്യൂട്ടേഷനിൽ തന്നെ ഫയലിൽ തന്നെ ചേർക്കണം. ഓക്കെ, ഇത് സൈനപ്പ് മ്യൂട്ടേഷൻ പോലെ തന്നെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോഗൗട്ട് മ്യൂട്ടേഷനിൽ നമ്മൾ എന്താ പറയുക, റിട്ടേൺ ടൈപ്പായിട്ട് യൂസർ ടൈപ്പ് ആണ് കൊടുക്കുന്നത്. അത് ലോഗൗട്ട് ചെയ്ത യൂസറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് കൊടുക്കുന്നത്. ആർഗ്യുമെൻറ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോഗൗട്ട് ചെയ്യാൻ ഇമെയിലും അല്ലെങ്കിൽ പാസ്വേഡിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അതൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, സോ ഒരു കാര്യം ഓർപ്പിക്കണം, GraphQL ഓതൻറ്റിക്കേഷൻ ആയുള്ള എല്ലാ വർക്കും പാസ്പോർട്ട് JSലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഗ്രാഫിക്കൽ മ്യൂട്ടേഷൻ പറയും, ഹേയ് പാസ്പോർട്ടിൻ്റെ അടുത്ത് പറയും, ഗ്രാഫിക്കൽ മ്യൂട്ടേഷനാണ് പറയുന്നത് ആക്ച്വലി. പാസ്പോർട്ടിൻ്റെ അടുത്ത് ഇത് ലോഗൗട്ട് ചെയ്യാൻ ടൈമായി, സോ ഈ യൂസറിനെ ലോഗൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ പാസ്പോർട്ടിൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. സോ ഇപ്പം നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് പാസ്പോർട്ടിൻ്റെ. ഇത് പാസ്പോർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. passportjs.org/docs എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസിനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആക്ച്വലി ഞാൻ ട്യൂട്ടോറിയൽസാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഡോക്സിലും ആക്ച്വലി കിടക്കുന്നുണ്ട്. സോ ഡോക്സ് എനിക്ക് കിട്ടുമോ അറിയില്ല, നമുക്ക് നോക്കാം. ഡോക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനിലേക്ക് വന്നു. സോ ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് ട്യൂട്ടോറിയൽസും ഗൈഡ്സും റെഫറൻസും കൺസെപ്റ്റ്സൊക്കെയാണ്. സോ ഇതൊക്കെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യാൻ വേണമെങ്കിൽ, സോ ലോഗൗട്ട് ചെയ്യാനുള്ളൊരു കോൾ എന്ന് പറഞ്ഞാൽ req.request.logout ആണ് ആക്ച്വലി നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ. ഓക്കെ, സോ ഭയങ്കര ഈസിയാണ്. സോ പാരാമീറ്റർ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് req.logout എന്ന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. സോ ഡീറ്റെയിൽസ് എല്ലാം ആ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. ഡോക്യുമെൻറ്റേഷൻസ് ട്യൂട്ടോറിയൽസ് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, സോ പാസ്പോർട്ട് നമ്മുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇൻഡെപ്തായിട്ട് കവർ ചെയ്യാത്തത്. ഇനി എന്താണ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് REQ എന്നുള്ളത്? ഇത് നമ്മുടെ റിസോൾവ് ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് REQ ഉള്ളത്. പാസ്പോർട്ട് JS ഈ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ ഒരു പ്രോപ്പർട്ടി ചേർക്കുന്നു, REQ.user എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഇത് നിലവിൽ ഓതൻറ്റിക്കേറ്റഡ് യൂസറായിട്ട് ഒബ്ജക്റ്റായിട്ട് ഇത് എടുക്കും. അതുകൊണ്ട് ലോഗൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റാബേസ് ക്വറി ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് REQ.user വഴി നേരിട്ട് യൂസറിന് ലഭിക്കും. ഓക്കെ, സോ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ഡോക്യുമെൻറ്റേഷൻ ചെറിയൊരു ക്യാച്ച് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു REQ.logout എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യുന്ന ടൈമിൽ ഇത് REQ.user റിമൂവ് ചെയ്തിട്ട് എന്നിട്ട് ക്ലിയർ ദി ലോഗിൻ സെഷനൊക്കെ ക്ലിയർ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ REQ.userൻ്റെ റെഫറൻസ് സേവ് ചെയ്യണം. പിന്നെ ലോഗൗട്ട് വിളിക്കാൻ പാടുള്ളൂ. പിന്നീട് അത് സേവ്ഡ് യൂസറിന് റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ REQ.user അൺഡിഫൈൻഡ് ആയി പോകും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് യൂസറിന് എടുത്ത് സേവ് ചെയ്യണം, എന്നിട്ട് ലോഗൗട്ട് യൂസ് ചെയ്യണം, REQ.logout യൂസ് ചെയ്യണം. ഓക്കെ, അതിന് ശേഷമാണ് നമുക്കത് സേവ് ചെയ്ത യൂസർ നമുക്ക് കിട്ടുള്ളൂ. ആദ്യം സേവ് ചെയ്യണം, കാരണം REQ.logout യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫുൾ അവർ ക്ലിയർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മ്യൂട്ടേഷനിൽ ഈ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ ഞാനിപ്പോൾ ഇത്തിരി പറഞ്ഞ് കൺഫ്യൂസിങ് ആയിരിക്കും. നമുക്ക് കോഡ് എഴുതുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും നമുക്ക്. ഓക്കെ, ഞാനപ്പോൾ ലോഗൗട്ട് ചെയ്താണ്. ലോഗൗട്ട് എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ ഇതാണ്. ഇവിടെ ടൈപ്പ് ഞാൻ എന്താ കൊടുക്കുന്നത് വെച്ചാൽ യൂസർ ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, യൂസർ ടൈപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് റിസോൾവ് ഫംഗ്ഷനാണ് എഴുതുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. കാരണം ലോഗൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നില്ലല്ലോ. സോ അതുകൊണ്ട് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നില്ല, ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ റിസോൾവ് എഴുതുന്നത്. റിസോൾവിൽ ഞാൻ 3 വാല്യൂ ഉണ്ട്. പാരൻറ്റ് വാല്യൂ, കോമ, ആക്സ്, കോമ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, നമ്മുടെ കേസിൽ REQ എന്ന് തന്നെ മതി.
ഓക്കെ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് ഈ യൂസറിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം സേവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കോൺസ്റ്റ് യൂസർ ഈക്വൽ ടു ആറിക്കുന്ന യൂസർ ഒബ്ജക്റ്റ് എടുത്ത് ഞാൻ സേവ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അടുത്തതാണ് ലോഗ് ഔട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. സോ റീക്യൂ ഡോട്ട് ലോഗ് ഔട്ട് ഞാൻ വിളിക്കും. ഓക്കെ, സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ എഴുതി വയ്ക്കാം കമൻസ് ആയിട്ട് സേവ് ദി റെഫറൻസ്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ലോഗ് ഔട്ട് ലോഗ് യൂസർ ആൻഡ് ക്ലിയർ സെഷൻ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ റിട്ടേൺ യൂസർ എന്ന് പറഞ്ഞ് ഞാനിവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, അത് ബേസിക്കലി എന്താ വെച്ചാൽ സേവ് യൂസർ. ഓക്കെ, ഇതാണ് ചെയ്യുന്നത്. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. യൂസർ ടൈപ്പ് ആണ് ഞാനിവിടെ യൂസർ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. യൂസർ ടൈപ്പ് തന്നെയാണ്. ആർക്സ് കറൻ്റ്ലി ലോഗ് ഔട്ട് ചെയ്യാനായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആർക്സ് നണ്ണായിരിക്കും. ലോഗ് ഔട്ട് ചെയ്യാൻ ഇൻപുട്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അടുത്ത റിസോൾവ് ചെക്ക് ചെയ്യാം. സോ റിസോൾവ് ചെക്ക് ചെയ്യുമ്പോൾ എന്താ REQ.user എന്നാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ലോഗിൻ ചെയ്ത യൂസറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാം. ഓക്കെ, സോ REQ.logout എന്ന് വെച്ചാൽ സെഷൻ ഡിസ്ട്രോയ് ചെയ്യും. ശേഷം നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ സേവ്ഡ് യൂസറിൻ്റെ ഒബ്ജക്റ്റ് തിരിച്ച് നൽകണം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ആദ്യം REQ.user എന്നുള്ള യൂസറിനെ എക്സ്ട്രാക്ട് ഡിസ്ട്രക്ചർ ചെയ്ത് എടുത്ത് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോഗ് ഔട്ട് ചെയ്തിട്ട് യൂസറിൻ്റെ ഡീറ്റെയിൽസും സെഷൻസൊക്കെ ക്ലിയർ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സേവ് ചെയ്ത യൂസറിനെയാണ് ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഭയങ്കര ഈസിയാണ്. ഭയങ്കര എന്താ പറയുക, 3 സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ പരിപാടിയൊക്കെ തീരും. ലോഗ് ഔട്ട് ഭയങ്കര ഈസിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ന് വെച്ചാൽ സൈനപ്പ് മ്യൂട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഓത്ത് സർവീസ് ഡോട്ട് നമ്മൾ എന്ത് വിളിച്ചു സൈനപ്പ് മ്യൂട്ടേഷനിൽ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഓക്കെ, അത് ഒരു ലൈനിൽ നമ്മൾ തീർന്നു റിസോൾവ്. പക്ഷേ ഇവിടെ നമുക്ക് 3 ലൈൻ വന്നു. ഇവിടെ ഒരു ലൈൻ വന്നപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടാവും ആക്ച്വലി ഓത്ത് സർവീസ് ലോഗ് ഔട്ട് നിങ്ങൾക്കും ഡോട്ട് ലോഗ് ഔട്ട് ആക്കാമല്ലോ എന്നുള്ളത്. ഓത്ത് സർവീസ് ഡോട്ട് ലോഗ് ഔട്ട് ഇപ്പോൾ നമ്മൾ ഹെൽപ്പർ എഴുതിയ പോലെ ഇവിടെ സൈനപ്പ് ഹെൽപ്പർ എഴുതിയ പോലെ അതുപോലെ ഓത്ത് സർവീസ് ഡോട്ട് ലോഗ് ഔട്ട് എന്ന് എഴുതിയിട്ട് ഒരു ഹെൽപ്പർ എഴുതി മാറ്റാമല്ലോ എന്നുള്ളത്. എന്നിട്ട് ഈ ഫംഗ്ഷനൊക്കെ ഹെൽപ്പറിന് ഈ ഡീറ്റെയിൽസൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഹെൽപ്പറിനുള്ളിലേക്ക് മാറ്റാമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സോ അത് ചെയ്യാൻ ആക്ച്വലി തെറ്റില്ല. പക്ഷേ ലോഗ് ഔട്ടിൽ ലോജിക്ക് വളരെ ചെറുതാണ്, 3 ലൈൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കോഡ് ഇവിടെ തന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റുന്നുണ്ടെങ്കിൽ ഓത്ത് സർവീസിലേക്ക് മാറ്റാം. പക്ഷേ റിട്ടേൺ യൂസർ ചെയ്യുന്നതൊന്ന് ഉറപ്പാക്കണം. ഓക്കെ, മാറ്റുന്ന സമയത്ത്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗ്രാഫിക്കൽ ഗ്രാഫിക്കൽ ബ്രൗസർ ഞാൻ റീഫ്രഷ് ചെയ്യാണ്. പുതിയ മ്യൂട്ടേഷൻസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റീഫ്രഷ് ചെയ്തത്. ഇപ്പോൾ ഡോക്സിൽ പോയി കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ പോയി കഴിഞ്ഞാൽ ലോഗ് ഔട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എഴുതിയ മ്യൂട്ടേഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ മ്യൂട്ടേഷൻ ഞാനൊന്ന് എഴുതാം ഇവിടെ. സോ മ്യൂട്ടേഷൻ ഇത് മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്ത യൂസറിൻ്റെ ഇമെയിൽ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഞാനിവിടെ ഇമെയിൽ മാത്രം കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് കിട്ടി, ഡീറ്റെയിൽ കിട്ടി. test@dlst.com എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നിലവിലുള്ള ഓതൻറ്റിക്കേറ്റഡ് ആയ ഒരു യൂസർ എന്ന് വെച്ചാൽ ഈ യൂസർ test@dlst.com എന്നുള്ള യൂസർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ലോഗ് ഔട്ടായിട്ട് മാറി. ഓക്കെ, നമ്മൾ ലോഗ് ഔട്ട് ചെയ്തു ബേസിക്കലി ഈ മ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ നമുക്ക് ഗ്രാഫിക്കൽ വഴി എറർ ഇല്ലാതെ മ്യൂട്ടേഷൻസൊക്കെ വർക്ക് ആവേണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കി. ഈ ഗ്രാഫിക്കൽ ടൂൾ വഴിയായിട്ടാണ് നമ്മൾ ഉറപ്പാക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഓതൻറ്റിക്കേഷൻ വെരിഫൈ ചെയ്യാൻ എന്ന് വെച്ചാൽ റിയലി ലോഗ് ഔട്ട് എന്ന് ഉറപ്പാക്കാൻ കുറേ വഴികളില്ല. നമുക്ക് ഇത് അങ്ങനെ എഴുതാനുള്ളൊരു എന്താ പറയുക ഓപ്ഷൻസും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്യും. ലൈക്ക് ഒരു പ്രോംപ്റ്റൊക്കെ വന്നിട്ട് റിയലി നിങ്ങൾക്ക് ഓതൻറ്റിക്കേറ്റ് ലോഗ് ഔട്ട് ചെയ്യണോ എന്നൊക്കെ ചോദിക്കണമല്ലോ. സോ അതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, ലേറ്റർ ഓൺ നമുക്ക് ചെയ്യാം. സോ ഇന്നത്തെ സമ്മറി ബേസിക്കലി നമ്മൾ എന്താ വെച്ചാൽ ആദ്യം പാസ്വേഡ് ഡോക്യുമെൻറ്റ് നമ്മൾ ഗോ ത്രൂ ചെയ്തു.
ഞാൻ ഓടിച്ച ഗോത്രൂ ചെയ്തത് നിങ്ങൾ ഗോത്രൂ ചെയ്യിക്കും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നമ്മുടെ അതിൽ നിന്ന് വെച്ചാൽ യൂസറിന് ഞാൻ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ REQ.logout ഞാൻ കോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഈ യൂസറിൻ്റെ ഈ ഒബ്ജക്റ്റിനെ തന്നെ രണ്ടാമത് റിട്ടേൺ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിക്കൽ ടൂളിൽ പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്തു, നമ്മുടെ മ്യൂട്ടേഷൻ ടെസ്റ്റ് ചെയ്തു, ഓതൻറ്റിഫിക്കേഷൻ ഇപ്പോൾ സൈനപ്പും കഴിഞ്ഞു, നമ്മുടെ ലോഗൗട്ടും കഴിഞ്ഞു. ഇനി ഓതൻറ്റിക്കേഷൻ വെരിഫിക്കേഷനൊക്കെ പെൻഡിങ് ആണ്. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി നമ്മുടെ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മ്യൂട്ടേഷൻസ് സൈനപ്പും ലോഗൗട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് ഈ ലോഗിൻ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, യൂസറിന് വീണ്ടും ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വരുമ്പോൾ യൂസറിനെയും പാസ്വേഡ് നൽകി രണ്ടാമത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് ഞാൻ അടുത്ത സെഷനിൽ ഗോത്രൂ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്ത് ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കാം. താങ്ക്സ് ലോട്ട്, ബൈ.